ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നതും. ഇവിടെ ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ ലേൺ ചെയ്യുക, ഏൺ ചെയ്യുകയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി നമ്മൾ ഇത്രയൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. നിഫ്റ്റി ഇത് ചാനലിലാണ്. ഓക്കെ, ചാനലല്ല, ബട്ട് യെസ് ABC സ്ട്രക്ചറാണ്. ആൻഡ് ദെൻ ഇതിൻ്റെ ചാനലിൻ്റെ ഡൗൺ സൈഡാണ് നമ്മുടെ യൂഷ്വലി ടാർഗറ്റ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈസിലി ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താണായിരുന്നു ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു ബിഫോർ ബൗൺസ് ഇവിടെ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്യും. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെ ആരൊക്കെ എന്തൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഉദ്ദേശിച്ച പോലെ മാർക്കറ്റ് വീണിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ അതുകൂടി കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്യുക. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു കോഷൻ സോൺ ഇവിടെ ഈ ഏരിയയിൽ. ഐ തിങ്ക് അതിന് മുന്നേ തന്നെ ഞാൻ കോഷൻ സോൺ ഇട്ടായിരുന്നു. ആൻഡ് ദെൻ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്തു. ABC സ്ട്രക്ചറിൽ പ്രൈസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് എല്ലിറ്റ് വേവ്. എല്ലിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും എന്താണ് നടക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് സൈഡ് പെർഫെക്റ്റ്ലി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ്ലി നമുക്ക് ഐഡിയ കിട്ടും. എനിക്ക് അത് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഐഡിയ കിട്ടും നമുക്ക് നമ്മൾ ബുള്ളി സൈഡിൽ ഇരിക്കണോ ഓർ ബിയറി സൈഡിൽ ഇരിക്കണമെന്ന്. സോ ABC ഈ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ABC സ്ട്രക്ചർ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പ്രൈസ് എൻഡ് ഓഫ് ദ ട്രെൻഡാണ്. സോ നമുക്ക് താഴേക്കുള്ള ലെവൽസ് നമുക്ക് കിട്ടും. അതാണ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തതാണ്. അതാണ് മാർക്കറ്റിൽ നടന്നത്. ഇത് നോക്കുകയാണെങ്കിൽ പ്രൈസ് എക്സാക്ട്ലി ഇവിടെ ആയിരുന്നു ക്ലോസിങ്. ആൻഡ് ദെൻ ഈ ഗ്യാപ് ഡൗൺ ആൻഡ് സഡൻ ഫുൾ അവിടെ പ്രൈസ് നമ്മുടെ ടാർഗറ്റൊക്കെ എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴേലും എനിക്കൊരു കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു ബെറ്റർ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി ബെറ്റർ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറച്ചുകൂടി വരത്തുള്ളൂ. ഓക്കെ, സോ എന്തായിരുന്നു നമ്മുടെ ഇത് ABC സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചത്, ഇത് ഇവിടുത്തെ 0 to A ഇതായിരുന്നു. ആൻഡ് Bയുടെ ബൗൺസ് ആയിരുന്നു അത്. ആൻഡ് ദെൻ C ഇതായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ പോയി ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ എന്തൊക്കെ ഉദ്ദേശിച്ചത്, പ്രൈസ് എങ്ങനെയൊക്കെ വീഴുന്നതാണ്. ബുള്ളിഷ് ഞാൻ എന്താ പറഞ്ഞത്, ലാസ്റ്റ് ഐ തിങ്ക് 2 or 3 days ആയിട്ട് ഞാൻ പറഞ്ഞത് ബുള്ളിഷ് സൈഡ് 24,450 or 460 അബവ് മാത്രമേ പ്രൈസ് പോയാലേ പ്രൈസിലൊരു ബുള്ളിഷ്നെസ് വരത്തുള്ളൂ. ആൻഡ് പ്രൈസ് എക്സാക്ട്ലി അവിടെ നിന്ന് റിജക്ഷൻ എടുത്തു. ആൻഡ് ദെൻ താഴെ. അതാണ് എല്ലിറ്റ് വേവ്. ഓക്കെ, എല്ലിറ്റ് വേവ് പഠിക്കുക. എല്ലാവരും കൂടി പഠിച്ചാലേ ശരിക്കും എല്ലിറ്റ് വേവ് പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. മാർക്കറ്റിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വർക്ക് ചെയ്യും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഏത് സപ്പോർട്ടിൽ പ്രൈസ് പോയി നിൽക്കും ഓർ ഏത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അത് എല്ലിറ്റ് വ്യൂ പറഞ്ഞു തരും. ഓക്കെ, അതാണ് എല്ലിറ്റ് വ്യൂ. ഇവിടെ 24,000 നിയർ ഞാൻ പറഞ്ഞായിരുന്നു പ്രൈസ് ഇവിടെ നിന്ന് സ്റ്റക്ക് ചെയ്യും. ലാസ്റ്റ് വീഡിയോന് ക്രോസ് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് വീഡിയോന് ക്രോസ് ചെക്ക് ചെയ്യണം. അവിടെ ഞാൻ പറഞ്ഞത് 24,000 ഏരിയ വന്നിട്ട് പ്രൈസ് സ്റ്റക്ക് ചെയ്യും. ദാറ്റ് മീൻസ് പ്രൈസിൻ്റെ ടാർഗറ്റ് അതായിരുന്നു. എന്ന് വെച്ചാൽ 127% ആണ് നമ്മുടെ ABCയുടെ സ്ട്രക്ചറിൽ. ABCയുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണണം, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യണതൊക്കെ എല്ലാം കൂടി. ഞാൻ പിൻ ചെയ്തേക്കാം, കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം ആ ഒരു വീഡിയോ. അപ്പോൾ കറക്റ്റായിട്ട് അത് ഒന്നുകൂടി കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ടാർഗറ്റ് എടുക്കേണ്ടത്. C സ്ട്രക്ചർ എവിടെ വരെ വരാറുണ്ട് യൂഷ്വലി. ഓക്കെ, സോ ഇതായിരുന്നു ടോപ്പ് ഫ്രം ഹിയർ ടു A and Bയുടെ ബൗൺസ്. അങ്ങനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പ്രൈസിൻ്റെ നോർമൽ ടാർഗറ്റ്സ് ആണ് നമ്മൾ ഇത് 127%, 141 and 161.80%. ഇനി 161.80% ആണ് പ്രൈസ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കണ്ടോ, എക്സാക്ട്ലി എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ഇത് കണ്ടോ. അതാണ് മീൻസ് പ്രൈസ് യൂഷ്വലി ഇതിൻ്റെ ടാർഗറ്റ് ഇതാണ്, നമുക്കത് അറിയാം. ഓക്കെ, ടാർഗറ്റ് അതിൻ്റെ ഇതാണ്. സോ നമുക്ക് പ്രൈസ് ഈ ഏരിയയിൽ വന്ന് നിൽക്കും. ഓക്കെ, പോസ് ചെയ്യും. സോ ഫ്രഷ് സൈഡ് നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. 127% നോർമൽ കേസസ് ടാർഗറ്റ്, 161% ആണ് നമ്മുടെ ആക്ച്വൽ കേസസിൻ്റെ ടാർഗറ്റ്. മാക്സിമം കുറച്ചുകൂടി താഴേക്ക് പോകാറുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് റെയർ കേസസാണ്, വളരെ റെയർ ആയിട്ടാണ് നമ്മൾ കണ്ടേക്കുന്നത്. മീൻസ് ഒത്തിരി ഹെവി ന്യൂസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, വാറൻ്റ് ന്യൂസ്. ഇനി അത് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ബട്ട് എക്സാക്ട്ലി ആ ടാർഗറ്റ് വന്ന് നിൽക്കുന്നതാണ്, എക്സാക്ട് അവിടെ തന്നെ നിൽക്കുന്നത്. അതാണ് മീൻസ് നമുക്ക് വേവ്സും പിന്നെ നമുക്ക് ഏത് ഫിബനാച്ചി എവിടെ യൂസ് ചെയ്യേണ്ടതാണ് അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റ് ടു പോയിന്റ് വരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കണ്ടോ, പ്രൈസ് വന്നു മോർണിംഗ് തന്നെ ഇവിടെ വന്നു, ഫുൾ ഡേ ആ ലോ ഹോൾഡ് ചെയ്യുന്നതാണ്. കണ്ടോ, സോ അതാണ് നമ്മുടെ ഇല്ലിറ്റ് വേവിൻ്റെ ഒരു പവർ. അതാണ് അപ്പം മനസ്സിലാക്കിയെടുക്കുക എല്ലാവരും കൂടി ഇല്ലിറ്റ് വേവ് എന്താണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത് എന്താണ് നെക്സ്റ്റ് അല്ലേ. സോ നമുക്ക് ആ ഡിസ്കഷനിൽ കിടക്കാം. പിന്നെ ഈ ചാനൽ ഇതെങ്ങനെ വരയ്ക്കണം അതൊക്കെ ഞാൻ
അതൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അത് എല്ലാം കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇത് ചാനൽ എങ്ങനെ വരയ്ക്കുക, അഡ്വാൻസ് ചാനലാണ്. ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ നമുക്ക് അത് ഐഡിയ കിട്ടും. ഇതിൻ്റെ ഈ 0 to B ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് കോപ്പി ചെയ്ത് താഴെ വെക്കുകയാണെങ്കിൽ എയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഐഡിയക്കും പ്രൈസ് ഇവിടെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ എല്ലാം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൈസ് ബുളിഷ്നെസ് ഇതിൻ്റെ അബവ് വരത്തുള്ളൂ ഇനി. ഓക്കെ, 24,125 അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്താൽ അത് ഒരു ബുളിഷ്നെസ് വരത്തുള്ളൂ. അത് റെസിസ്റ്റൻസ് ആയിട്ടാക്കി മാർക്ക് ചെയ്യണം. ആൻഡ് ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? പറഞ്ഞായിരുന്നല്ലോ, മറക്കരുത് എല്ലാവരും കൂടി ആ ഒരു പോർഷൻ മറക്കരുത്. എന്ന് വെച്ചാൽ എൻഡിങ് ഡയൽ പാറ്റേൺ എപ്പോഴും പ്രൈസ് തീർച്ചയായിട്ടും ഉണ്ടാക്കും. സി ഡേ സ്ട്രക്ചറാണ്. അത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. എൻഡിങ് ഡയൽ പാറ്റേൺ കണ്ടോ, പാറ്റേൺ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. മേ ബി ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് ചിലപ്പോൾ ഇനി വരാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോവുള്ളൂ. ദാറ്റ് മീൻസ് അവർ പോസ് എടുക്കും. ഇത് റിവേഴ്സൽ സൈനാണ്. റിവേഴ്സൽ മീൻസ് ബൗൺസിൻ്റെ സൈനാണ്. റിവേഴ്സൽ സൈനല്ല ഞാൻ പറയുന്നത്, ബൗൺസിൻ്റെ. സോ പ്രൈസ് ബൗൺസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ നിന്ന് ചിലപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ചിലപ്പോൾ കുറച്ചുകൂടി മുകളിൽ പോയിട്ട് വീണ്ടും ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് വീണ്ടും ഉണ്ടാകും. മാക്സിമം ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെയിൻ വരെ ചിലപ്പോൾ വീണ്ടും പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും കേട്ടോ, ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ്. ബട്ട് അതിൻ്റെ അബവ് പോയാൽ മാത്രമേ ഫെർദർ ബുളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ വീണ്ടും റെസിസ്റ്റൻസ് വീണ്ടും താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം വെച്ചാൽ ഇപ്പോൾ ഇനി നമ്മുടെ ഏതിലെയാണ് ഇപ്പോൾ സ്ട്രക്ചർ ഡയറക്റ്റ് ഗ്യാപ് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. കാരണം വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ABC സ്ട്രക്ചറാണ്. അപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ 1 degree കംപ്ലീറ്റ് ആണ്. 1 degree അറിയാലോ, ഞാൻ കുറേ നാളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഫുള്ള് 1 degree കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ഡിഗ്രി ഫോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സെക്കൻഡ് ഡിഗ്രി ഫോൾ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ബോട്ടം ടു ലേറ്റസ്റ്റ് ടോപ്പ്. യെസ്, ഓക്കെ, ഇങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി മീൻസ് ഓർ സെക്കൻഡ് വേവിൻ്റെ ഫോൾ പറയാം. ഡിഗ്രി മേജർ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഡിഗ്രി എന്ന് പറയും. അതിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല, നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആ ഡിസ്കഷൻ വന്നിട്ടില്ല. സോ ഇതാണ് ഇത് കണ്ടോ. എന്നിട്ടാണ് ഇതിൻ്റെ 23.60% ഇത് കണ്ടോ. അത് എക്സാക്ട് ഇതൊക്കെ എല്ലാം കൂടി മാച്ച് ആവുന്നുണ്ടോ ഓൾമോസ്റ്റ് കണ്ടോ. അതാണ് ഈ പ്രൈസ് വന്ന് ഇവിടെ ഹോൾഡ് ചെയ്തതാണ്. ഓക്കെ, സോ ബിഗർ ടൈം ഫ്രെയിം 920 ആണ്. സോ 920 കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ മണ്ടേക്ക്. യെസ്, അത് മാർക്കരുത്. 920 കൂടി ഇങ്ങനെ മാർക്ക്. സോ 2 സപ്പോർട്ട്സിനും അടുപ്പിച്ചായി. സോ ഇൻ കേസ് പ്രൈസ് ഇവിടെ വന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇവിടുന്ന് വീണ്ടും ഒരു ബൗൺസ് വരാൻ ചാൻസ്. ഇത് ബ്രേക്ക് ഡൗൺ ആയി സസ്റ്റെയിൻ, ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആയാൽ ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഇതിൻ്റെ ബിലോ തന്നെ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഡിസ്കഷൻ ആണ്. സ്മോൾ ടൈം ഫ്രെയിം ഡിസ്കഷൻ വേറെയാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ഫോൾ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഫോൾ 38.20%, 61.80%, 81.20% വരെ വരാനുള്ള ചാൻസസ് ഈ ഡിഗ്രിയിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ അത്രയ്ക്ക് റേഷ്യോസ് ഉണ്ട്. എവിടെ പോയി നിൽക്കും എനിക്കും പറയാനില്ല. ബട്ട് യെസ്, നമുക്ക് ഇവിടെ വരെ മാക്സിമം നോക്കാം. ഈ ഒരു ഏരിയ, ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടോ, 1 2 3 ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഈ ഡിഗ്രി തന്നെ കംപ്ലീറ്റ് ചെയ്യും. ഐ തിങ്ക് പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ലാസ്റ്റ് മന്ത് ഡിസ്കസ് ചെയ്തതാണ് ഈ ഒരു ഇതിൻ്റെ ഈ ഡിഗ്രി. ഈ ഗ്യാപ്പിൽ എല്ലാവരും ഇവിടെ ഭയങ്കര ഇത് ഒച്ചപ്പാടായിരുന്നു. എല്ലാ യൂട്യൂബ്സിലും കമൻറ്റ്സ് ഒത്തിരി പേരങ്ങനെ എന്താണ്ട് ഈ ഗ്യാപ്പ് ഫിൽ ഡിഗ്രി മാത്രമേ ചെയ്യുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ചെറിയ വേവ് മൂവ്സ് അല്ല. കാരണം വെച്ചാൽ ഇത് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കണം 1 2 3 4 5 ഇങ്ങനെയല്ലേ കംപ്ലീറ്റ് ആയത്. സോ ആ സ്മോൾ ടൈം ഫ്രെയിം ഇത് ചെയ്യത്തില്ല. 1 degree കംപ്ലീറ്റ് ആയി ആൻഡ് ദെൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ. ഡിഗ്രി മീൻസ് 5 വേവ്സ് കംപ്ലീറ്റ് ആയ 1 degree. സോ ആ ഇൻറ്റേർണൽ ഡിഗ്രീസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മീൻസ് അതൊരു റൂളാണ്. വരും അപ്കമിങ് ടൈമിലൂടെ ഇതൊക്കെ ഷെയർ ചെയ്യും, ആ ലെസൺസൊക്കെ വരും. ബട്ട് ഇത്രയ്ക്ക് പവർ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം, മനസ്സിലായോ? പവർ ഇതിനകത്ത് ഉണ്ടാവത്തില്ല. സെക്കൻഡ് ഡിഗ്രി ഇപ്പോൾ വരുന്ന ആ ഫോൾ ഉണ്ടല്ലോ, അതിന് പവർ ഉണ്ട്. അത് മാത്രമേ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യും. അതാണ് എൽഎച്ച് വേവ് അത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും നമുക്ക്, മനസ്സിലായോ? സോ എല്ലാവരും അത് പഠിക്കുക. അപ്പോഴേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ ഈ ഗ്യാപ്പ് എപ്പോഴും ഫില്ലാകുക. ഇത് 5 മൂവ്സ് ആൻഡ് 1 degree കംപ്ലീറ്റ് ആവാതെ ഈ ഗ്യാപ്പ് ഫില്ലാവത്തില്ല. ഇപ്പോൾ ഇനി ഫില്ലാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഈ എല്ലാം ഗ്യാപ്പ് ഫില്ലാവാൻ ചാൻസസ് ഉണ്ട്. അത് ഗ്യാപ്പ് ഇവിടെ വരെ വരുന്നുണ്ട്, 22,290 വരെ ഗ്യാപ്പ്. എല്ലാം ഗ്യാപ്പ് ഫില്ലാവാൻ ചാൻസസ്. ഫസ്റ്റ് ഗ്യാപ്പിൽ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ, 61.80%. കാരണം ഈ ഡിഗ്രി ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ വരുന്ന ഈ ഡിഗ്രി ഉണ്ടോ, ഈ സെക്കൻഡ് ഡിഗ്രിയുടെ ഫോൾ, സെക്കൻഡ് വേവ്ഡ് ഫോൾ. ഓക്കെ,
സോ അത് ഇതിന് പവർ ഉണ്ട്, അത് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ 1 ഗ്യാപ്പ് ഓർ 2 ഓർ ബോത്ത് ഈ ഇവിടെ കാണുന്ന ഈ ഗ്യാപ്പ് ഇതൊക്കെ എല്ലാം ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ താഴത്തെ ലെവൽസ് ഇതുപോലെ തന്നെ ആയിരിക്കും. 38.20%, 50%, 61.80% വരാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ അത് ചെറിയ ബൗൺസ് എടുത്തിട്ട് ചെറിയ ഹോൾട്ട് എടുത്തിട്ട് ചിലപ്പോൾ സഡൻ ഒരു ഫോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ലേണിംഗ് വീഡിയോ ആണ്. CNP ബൈ റിക്കമെൻഡേഷൻ ഇവിടെ ഇല്ല. സോ നോക്കിയിട്ട് വേണം എല്ലാവരും ട്രേഡ് ചെയ്യാൻ. ഞാനൊരു ഐഡിയ ജസ്റ്റ് എങ്ങനെ വേവ് എങ്ങനെയാണ് മൂവ് ചെയ്യാറുണ്ട് അത് മാത്രമേ ഞാനിപ്പോൾ പറയാനുള്ളൂ, വേറെ ഒന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. സോ റിസ്ക് റിവാർഡ് റേഷ്യോ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ. ഇനി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ വേറെ എന്തെങ്കിലും നോക്കാൻ എനിക്കുണ്ടോ? ഇല്ല. 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് ഞാനിപ്പോൾ കാണുന്നത് ഇവിടുന്ന് ചിലപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ഇപ്പോൾ വാറൻ്റ് ന്യൂസ് ആണ്, ഓപ്പണിംഗ് നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വാറൻ്റ് ന്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ നേരെ ഗ്യാപ്പ് ഡൗൺ ആവാം. ഓക്കെ, സോ പ്രൈസ് നേരെ ഫോൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. വേറെ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഗുഡ് ന്യൂസ് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാപ്പ് അപ്പ് ആക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അതൊന്നും ഇല്ല. ഓക്കെ, ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ വീക്കാണ്. ബുള്ളിഷ് ഇതിൻ്റെ അബവ് തന്നെ ആവുള്ളൂ. ഈ ബ്ലാക്ക് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ അബവ് മാത്രമേ നമ്മൾ ബുള്ളിഷ് ആവുള്ളൂ. ഓക്കെ, നിയറസ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഷാർപ്പ് ഫോൾ വന്നത് ഇവിടെ നിന്നാണ്. ഓക്കെ, 24,360. ഓക്കെ, അധികം മുകളിലേക്കൊന്ന് ബുള്ളിഷ് സൈഡ് ഇപ്പോൾ നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല, നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഡൗൺ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ABC സ്ട്രക്ചർ തന്നെ ഡൗൺ സൈഡ് നമ്മൾ ലെവൽസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സപ്പോർട്ട് ഇതായിരിക്കും. ഓക്കെ, സപ്പോർട്ട് ലെവൽസ് ബാക്കി മറ്റേ സപ്പോർട്ട് ലെവൽസ് കുറച്ചുകൂടി ബെറ്റർ വർക്ക് ചെയ്യും. ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് ഒക്കെ ഞാൻ കാണിച്ചല്ലോ, അത് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഇതാണ് നമുക്ക് പിന്നെ ഇത് സപ്പോർട്ട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ലെവൽസിൽ പോകാം. ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ഫോൾ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്ത ABC സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ ഇവിടെ വീണ്ടും പോസ് എടുക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് എൻഡിങ് ഡയൽ പാറ്റേൺ എല്ലാ ഇൻഡെക്സും ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, ടൈപ്പ് ഓഫ് എൻഡിങ് ഡയൽ പാറ്റേൺ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ആസ് പെർ മീ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് മേ ബി ചാൻസസ് ഉണ്ട്. പ്രൈസ് ഹോൾഡ് ചെയ്തല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടോ? യെസ്, ഉണ്ടോ? അതാണ് എലിറ്റ് വേവ് എന്ന് പറഞ്ഞാൽ സംഭവം. ഇതാ എല്ലാവരും കൂടി പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കണം. എൻ്റെ ചാനൽ മാത്രമല്ല, എവിടെ നിന്ന് വേണമെങ്കിൽ പഠിച്ചേക്കണം, മസ്റ്റായിട്ട് പഠിച്ചേക്കണം. കാരണം വെച്ചാൽ അത് നമുക്ക് എക്സാക്ട്ലി പറഞ്ഞു തരും. ഇപ്പോൾ ട്രെൻഡ് എവിടെ ആയി നമ്മൾ ഈ ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ മറ്റേ എൻഡിനൽ പാറ്റേൺ ഉണ്ടാകും. എൻഡിനൽ പാറ്റേൺ മീൻസ് കൺസോളിഡേഷൻ 5 മൂവ്സ് ആ വീഡിയോ കാണുന്ന മസ്റ്റായിട്ട് അപ്പോഴേ പിടികിട്ടത്തുള്ളൂ. നമ്മളിവിടെ കൈയിടണോ ഇല്ലയെന്ന്. 1 മിനിറ്റ് ടൈം ഫ്രെയിം വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് സ്കാൽപ്പൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇനി എന്താണെന്ന് വെച്ചാൽ ഫർദർ ഡൗൺ സൈഡ് 53,360 ബിലോ ചിലപ്പോൾ സ്കാൽപ്പ് താഴേക്ക് കിട്ടും. ഫേക്ക് ബ്രേക്ക് ഡൗൺ കാണിച്ചിട്ട് വീണ്ടും പോകാനുള്ള ചാൻസസ് ഉണ്ടാകും മുകളിലേക്ക്. സോ ഇവിടുന്ന് കൈയിടല്ല, ഇവിടുന്ന് ആരും ബുള്ളി സൈഡ് ഇരിക്കല്ലേ. ഞാൻ എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യും. മോർണിംഗ് ഗ്യാപ്പ് ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഫേക്ക് ബ്രേക്ക് ഡൗൺ ഗ്യാപ്പ് ഡൗൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സഡൻ ചിലപ്പോൾ വീണ്ടും മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ഇത് കണ്ടു, ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യും, പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് റിവേഴ്സൽ ചിലപ്പോൾ നമുക്ക് പ്ലേ ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇൻ കേസ് പ്രൈസ് ഇവിടെ വന്നിട്ട് ഗ്യാപ്പ് അപ്പ് കാണിച്ചിട്ട് പിന്നെ പ്രൈസ് താഴേക്ക് വന്ന് പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി ബെറ്റർ. വണ്ടി ചിലപ്പോൾ ഇച്ചിരി ട്രിക്കി ആവാം കേട്ടോ. ഞാനുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ട്രിക്കി ആവാൻ ചാൻസസ് ഉണ്ട്. കാരണം ഈ പാറ്റേൺ ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ പാറ്റേണും കംപ്ലീറ്റ് ഇല്ല. സോ എനിക്കൊന്നും എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്ത്. ഓക്കെ, സെൻസെക്സിൽ പോകാം. സെൻസെക്സിലും എല്ലാ ഇൻഡെക്സിലും തന്നെ ഇത് കണ്ട എൻഡിനൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എൻഡ് ഓഫ് ട്രെൻഡ് മേ ബി ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ മേ ബി ബൗൺസ്. വാറൻ്റെ ന്യൂസ് ആണെങ്കിൽ ഞാനിപ്പോൾ പറയാം, വാറൻ്റെ ന്യൂസ് ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. മീൻസ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. ഇത്രയൊക്കെ ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസെക്സിൽ പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ കണ്ട ഈ ഒരു ഏരിയയിൽ വന്ന് എക്സാക്ട്ലി ഇവിടെ നിന്ന് പ്രൈസസ് നിൽക്കുന്നതാണ്, വന്ന് സ്റ്റക്കായി നിൽക്കുന്നതാണ്. ഇതാണ് നമ്മുടെ എലിറ്റ് വേവ് പവർ. എൻ്റെ ഒന്നുമില്ല, ഒക്കെ എലിറ്റ് വേവിൻ്റെയാണ്. എല്ലാവരും കൂടി എലിറ്റ് വേവ് പഠിക്കണം, മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. ബാക്കി ലെവൽസ് ഇതിനകത്ത് അതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്നു. നമുക്ക് ഇതിനകത്തൊന്നും നോക്കാനൊന്നുമില്ല. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് താഴേക്ക് വന്നു, സഡൻ പ്രൈസ് മുകളിലേക്ക്. ഓക്കെ, അത് കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് എനിക്കൊന്നും കാണുന്നില്ല ഇതിനകത്ത്. കൺസോളിഡേഷൻ ഇതൊക്കെ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ.
ഫർദർ ഫോൾ ഇതിൻ്റെ ബില്ലോ ആക്കിക്കുക. അതാണ് ഒന്നും ഇതിനകത്ത് ഇപ്പോൾ കൈയിടല്ലേ എന്ന് എനിക്ക് പറയാനുള്ളതാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ വന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 2 3 4 5 4 ഭയങ്കര ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ്. കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. ഇതിങ്ങനെ എന്തോ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതങ്ങനെ ഒരു പ്രൈസ് നടക്കുന്നുണ്ട്. 1 2 3 4 and 5 ഓൺ ഗോയിങ് ആണ് തന്നെ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിം മേ ബി ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് ഇവിടെ വരെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ ചിലപ്പോൾ റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാകും. യെസ്, പക്ഷേ യെസ് ഇത് ലിമിറ്റഡ് ആണ് കേട്ടോ. അപ്സൈഡ് ഇതിൻ്റെ ലിമിറ്റഡ് ആണ്. അപ്പോൾ മുകളിൽ നിന്ന് പോയിട്ട് ചിലപ്പോൾ സഡൻ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിനകത്ത് ഞാൻ അധികം പൊളിഷൻ ഒന്നും ഇല്ല കേട്ടോ. സ്മോൾ ടൈം ഫ്രെയിമിൽ 5 minutes ടൈം ഫ്രെയിമിൽ, ബാക്കിക്കെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ സ്ട്രക്ചർ. ആ വലിയ ടൈം ഫ്രെയിം സ്ട്രക്ചർ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം.